സംഗമം. മാമ്പഴത്തിന് എന്താ സ്വാദ്! ഇത്രയും രുചികരമായ മാമ്പഴം നാം കഴിച്ചിട്ടേ ഇല്ല. മാമ്പഴദാനം പുണ്യാൽ പുണ്യം തന്നെ. ഇതാ വെള്ളം. ഹാവൂ, ആശ്വാസമായി. വിശപ്പും ദാഹവും ഒക്കെ അടങ്ങി. ഇനി ഭക്ഷണത്തിന്റെ ആവശ്യമില്ല, ഇത് തന്നെ ധാരാളം. സഹോദരി ശിവഭക്തയാണല്ലേ? അതെ. ശിവസാന്നിധ്യമുള്ള തറവാടാ ഇത്. സഹോദരിക്ക് ശിവമാർഗത്തിലേക്ക് സഞ്ചരിക്കാനാണ് യോഗം. ശിവാനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ. മംഗളം ഭവിക്കട്ടെ. ശരി. ശിവയോഗിക്ക് മാമ്പഴവും വെള്ളവും കൊടുത്ത് പൈതാഹങ്ങൾ അടക്കാൻ കഴിഞ്ഞത് മഹാപുണ്യം. പക്ഷേ എന്റെ ഭർത്താവ് വരുമ്പോ ഒരു മാമ്പഴം കഴിച്ചിട്ട് മറ്റേ മാമ്പഴം കൂടി ആവശ്യപ്പെട്ട ഞാൻ എന്ത് ചെയ്യും? ശിവയോഗിക്ക് മാമ്പഴം ദാനം നൽകി നേടുന്ന പുണ്യത്തിലൊന്നും അദ്ദേഹത്തിന് വലിയ വിശ്വാസമില്ല. അദ്ദേഹം ഒരു മാമ്പഴം കൂടി ആവശ്യപ്പെട്ട അങ്ങനെ വന്ന കൈലാസനാഥ ഭഗവാനെ, അങ്ങ് തന്നെ ഒരു പരിഹാര മാർഗം ഉണ്ടാക്കണേ. പുനിതവതി, തറവാട്ടിൽ കാലെടുത്ത് വെച്ച് നാവൊന്ന് നനയ്ക്കാ മതി. ക്ഷണത്തിൽ പത്നി പ്രത്യക്ഷപ്പെട്ടിരിക്കും. അക്കാര്യത്തിൽ പരമദത്തൻ ഭാഗ്യവാനാണേ. ഇന്നങ്ങ് വലിയ സന്തോഷത്തിലാണല്ലോ. എന്തു പറ്റി? വാണിഭ തെരുവിൽ കാളവണ്ടിയിൽ കൊണ്ടിറക്കിയ നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നൊഴിയാതെ വിറ്റു തീർന്നു. വലിയൊരു തുക ലാഭവും കിട്ടി. നന്നായി. അങ്ങ് കുളിച്ചിട്ട് വന്നാ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. വേണ്ട, ഞാൻ ഭക്ഷണം കഴിച്ചു. എന്റെ ഒരു സ്നേഹിതന്റെ മകളുടെ ഉപനയന ചടങ്ങിന് ഞാൻ പോയിരുന്നു. സമൃദ്ധമായ സദ്യയും കഴിച്ചു. പിന്നെ ആ ബാല്യക്കാരൻ പരമുവിന്റെ കൈ കൊടുത്തേച്ച മാമ്പഴം ഇല്ലേ, അതിപ്പോ തന്നെ കഴിച്ചേക്കാം. വളരെ വിശേഷപ്പെട്ട മാമ്പഴമാ. കാശിയിലെ ഏതോ മാമ്പഴത്തോട്ടത്തിൽ വിളഞ്ഞ മുന്തിയ ഇനമാ. ഒരു മാമ്പഴത്തിന് എന്താ വിലയെന്നറിയോ? ഇന്നത്തെ ഇവിടത്തെ ഉച്ച ഊണിന് പകരം ആ അപൂർവമായ മാമ്പഴമാകാം ആഹാരം. നീ എന്താ ആലോചിച്ചിരിക്കുന്നേ? വേഗം പോയി മാമ്പഴം കൊണ്ടുവാ. അപ്പോഴേക്കും ഞാൻ സ്നാനം കഴിഞ്ഞ് തിരിച്ചു വരാം. ഇത് കഷണങ്ങളാക്കി കൊടുത്ത ഒരു മാമ്പഴമേ ഉള്ളൂന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. മാമ്പഴത്തിന്റെ അത്യപൂർവമായ സ്വാദൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കുന്ന സ്ഥിതിക്ക് മറ്റേ മാമ്പഴവും ആവശ്യപ്പെടും. 5
15 പണം വിലയുള്ള ഒരു മാമ്പഴം ദാനം കൊടുത്തു എന്നറിഞ്ഞ ഈ തറവാട് ഇളക്കി മറിച്ചത് തന്നെ. കൈലാസനാഥ, രക്ഷിക്കണേ. ഇത് മാമ്പഴം. ആ എന്താ സ്വാദ്! ശർക്കരയും കദളിപ്പഴവും പഞ്ചസാരയും പാലും കൽക്കണ്ടും ഒക്കെ ചേർത്തുണ്ടാക്കിയ പഞ്ചാമൃതത്തിന്റെ സ്വാദ്. അപൂർവം, അത്യപൂർവം. പുനിതവതി, നീയും ഇതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് കഴിച്ചോ. ഇതിന്റെ സ്വാദ് നീയൊന്ന് ആസ്വദിച്ചു നോക്ക്. വേണ്ട, എനിക്ക് വിശപ്പില്ല. ഈ മാമ്പഴം വ്യാപാരശാലയിൽ വിൽപ്പനയ്ക്ക് വച്ചിരുന്നെങ്കിൽ 15 പണം കിട്ടുമായിരുന്നു. 2 മാമ്പഴത്തിന് കിട്ടേണ്ടത് 30 പണം. എന്നാലും നഷ്ടമൊന്നുമില്ല കേട്ടോ. ഇതിന്റെ രുചി ഓർക്കുമ്പോ കഴിക്കാൻ തോന്നിയത് ലാഭം തന്നെ. സ്വാദ് ആസ്വദിക്കാൻ പറ്റിയല്ലോ. പുനിതവതി, മറ്റേ മാമ്പഴം കൂടി കൊണ്ടുവരൂ. കേട്ടില്ലേ? എന്താ ഒരു മടി? മറ്റേ മാമ്പഴം കൂടെ കൊണ്ടുവരൂ. എന്താ ഒരു മടിച്ചു നിൽപ്പ്? മറ്റേ മാമ്പഴം നീ കഴിച്ചോ? ഇല്ല, ഞാൻ കഴിച്ചില്ല. എങ്കിൽ കൊണ്ടുവരൂ, പെട്ടെന്ന് തന്നെ. ദേ, ഇപ്പൊ കൊണ്ടുവന്നേക്കാം. ഭഗവാനെ, പിനാകപാണി, ഭക്തവത്സല, അന്നദാതാവേ, അടിയന്റെ സങ്കടം അങ്ങ് കാണുന്നില്ലേ? അങ്ങയുടെ ഭക്തനായ ശിവയോഗിക്ക് വിശപ്പടക്കാന് ഞാൻ ആ മാമ്പഴം വിനിയോഗിച്ചത്. മാമ്പഴപ്രിയനായ എന്റെ ഭർത്താവ് അതേ മാമ്പഴം എന്നോട് ആവശ്യപ്പെടുന്നു. പാർവതീപദേ, അങ്ങ് ധനധാന്യ പ്രഭുവാണല്ലോ. കൈലാസ പർവ്വതത്തിലില്ലാത്ത കായ്കനികളുമില്ല. അപൂർവ സ്വാദുള്ള ഒരു മാമ്പഴം ദാനമായി തന്ന് ഈ ഉള്ളവളെ രക്ഷിക്കണേ ഗംഗാധര. ഒരു മാമ്പഴം അടിയനെ കനിഞ്ഞു നൽകിയാലും ദേവ. ശിവായ, ഓം ഹ്രീം നമഃ ശിവായ. ദേവ, പുനിതവതിയുടെ ഉള്ളൊരുക്കിയ പ്രാർത്ഥന അങ്ങ് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്.
പുനിതവതിയുടെ ധർമ്മസങ്കടം നാം മനസ്സിലാക്കുന്നുമുണ്ട്. ഉത്തമ പതിവ്രത രത്നമാണ് പുനിതവതി. എന്നിട്ടും ഒരു മാമ്പഴം ശിവയോഗിക്ക് നൽകിയ സത്യം അവൾ ഭർത്താവിനോട് മറച്ചുവെച്ചതെന്ത്? അതാണ് ദേവി പാതിവൃത്യ മഹത്വം. ഭർത്താവ് ഒരു മാമ്പഴം കൂടി ആവശ്യപ്പെട്ടാൽ എന്ത് ത്യാഗം സഹിച്ചും അത് നൽകുക. അല്ലാതെ അത് ദാനം ചെയ്തു പോയി എന്ന സത്യം പറഞ്ഞ് ഭർത്താവിനെ നിരാശപ്പെടുത്തുന്നതല്ല പാതിവൃത്യം. എങ്കിൽ പുനിതവതിയുടെ ഭർത്തൃഭക്തിയെയും പാതിവൃത്യത്തെയും മാനിച്ച് അങ്ങേക്ക് അവളെ സഹായിച്ചുകൂടെ? ഒരു മാമ്പഴം കൂടി നൽകിക്കൂടെ? ദേവിയുടെ അഭ്യർത്ഥന പരിഗണിച്ച് നാം പുനിതവതിക്ക് ഒരു മാമ്പഴം കൂടി നൽകുന്നു. ആശ്വസിച്ചാലും ഫലമാരുദ്യം പുനരുചിതാക്ഷരം ദേഹി വിദ്യ സർവദേവ സർവാത്മ സർവധർമ്മ സത്യം ജ്ഞാനമനന്തം മാമ്പഴം കിട്ടിയല്ലോ. നീലകണ്ഠന്റെ തൃക്കൈ വിളയാട്ടും അടിയൻ അറിയുന്നു ദേവാ. നന്ദി ഭഗവാനെ, നന്ദി. ശതകോടി പ്രണാമം ഭഗവാനെ. ഭഗവാനെ, ആദ്യം കഴിച്ച മാമ്പഴത്തേക്കാൾ ഇരട്ടി സ്വാദുണ്ടല്ലോ ഈ മാമ്പഴത്തിന്. ആദ്യ മാമ്പഴത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സ്വാദം. അതങ്ങേക്ക് തോന്നുന്നതാണ്. നോക്കാം. അല്ല, ആദ്യം ഞാൻ കഴിച്ചത് പരമുവിന്റെ പക്കൽ കൊടുത്തയച്ച മാമ്പഴമാണ്. പക്ഷേ ഇത് പരമുവിന്റെ കയ്യിൽ കൊടുത്തയച്ച മാമ്പഴമല്ല. എനിക്ക് ഉറപ്പുണ്ട്, പരമുവിന്റെ കയ്യിൽ കൊടുത്തയച്ച മറ്റേ മാമ്പഴം നീ എന്ത് ചെയ്തു? ഈ മാമ്പഴം നിനക്ക് എവിടെ നിന്ന് കിട്ടി? അത് പിന്നെ ആ മാമ്പഴം തന്നെയാണ് ഈ മാമ്പഴം. പുനിതവതി, ഉരുണ്ട് കളിക്കരുത്. സത്യം പറയാ, ഈ മാമ്പഴം നിനക്ക് എവിടെ നിന്ന് കിട്ടി? അതറിയണം എനിക്ക്. ഞാൻ അങ്ങയോട് ഒന്നും ഒളിക്കുന്നില്ല. വിശന്നു വലഞ്ഞ ഒരു ശിവയോഗി ഇവിടെ വന്നിരുന്നു. അങ്ങ് കൊടുത്തയച്ച ഒരു മാമ്പഴം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോ ഈ മാമ്പഴം എവിടെ നിന്ന് വന്നു? ഞാൻ
പൂജാസ്ഥാനത്ത് പോയി ഒരു മാമ്പഴത്തിന് വേണ്ടി മഹേശ്വരനോട് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. മഹേശ്വര ഭഗവാന് ഒരു മാമ്പഴം തന്നത്. പിന്നെ നീ അങ്ങോട്ട് ഉള്ളുരുകി പ്രാർത്ഥിക്കാനും കൈലാസത്ത് നിന്ന് മാമ്പഴം അടുത്തിട്ട് തരാൻ പരമേശ്വരനും ഒരിക്കലും നടക്കാത്ത കാര്യം. മന്ദബുദ്ധികൾ പോലും വിശ്വസിക്കില്ലത്. അങ്ങ് വിശ്വസിക്കണം. ഞാൻ പറഞ്ഞത് സത്യമാണ്. വിശ്വസിക്കണം. വിശ്വസിക്കാം. നീ ഒന്നുകൂടി പ്രാർത്ഥിക്കുക. പരമേശ്വരൻ മാമ്പഴം നൽകുന്നത് ഞാനൊന്ന് കണ്ട് ബോധ്യപ്പെടട്ടെ. പ്രാർത്ഥിക്കുക. ആശ്രിത വത്സല ഗംഗാധര, അനുഗ്രഹിക്കണേ. നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. അനുഗ്രഹിക്കണേ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നമഃ ശിവായ. ഓം നമഃ ശിവായ. ആ മാമ്പഴം എവിടെ പോയി? ആ മാമ്പഴം അങ്ങേക്ക് വിധിച്ചിട്ടുള്ളതല്ല. അതുകൊണ്ട് മഹാദേവൻ അത് പിൻവലിച്ചത്. ഇപ്പോൾ അങ്ങ് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നു. നിന്റെ മഹത്വം എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. നിന്റെ ഭക്തിയുടെ ആഴം ഞാൻ മനസ്സിലാക്കുന്നു. നീ അപൂർവ പുണ്യവതിയാണ്. ഞാൻ വെറും സ്വാർത്ഥനും ലാഭേച്ഛവും മാത്രം. നിന്റെ ഭർത്താവായി കഴിയാൻ എനിക്ക് യോഗ്യതയില്ല. അത് മഹാഭാവമാണ്. നമ്മൾ തമ്മിലുള്ള ദാമ്പത്യ ബന്ധം ഇവിടെ അവസാനിച്ചിരിക്കണം. അങ്ങ് എന്താണ് ഈ പറയുന്നത്? അങ്ങയുടെ ഭാര്യയായി എനിക്ക് കിട്ടുന്ന മഹേശ്വരന്റെ അനുഗ്രഹം അങ്ങേക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ? മഹേശ്വരന്റെ അനുഗ്രഹം അങ്ങയിലും ചൊരിയുന്നത് കൊണ്ടല്ലേ അങ്ങ് കോടികൾ കൊയ്തു കൂട്ടുന്നത്? നോക്ക്, ഈശ്വര അനുഗ്രഹം തുല്യമായി കിട്ടുന്നവർ ഭാര്യ ഭർത്താക്കന്മാരായി ഒരുമിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. മഹാദേവന്റെ കൃപാ കടാക്ഷം സ്വാധീനത്തിലുള്ള ഭാര്യയെ വേർപിരിച്ച് വേദനിപ്പിക്കുകയല്ല, കൈപിടിച്ച് ഒപ്പം നിർത്തുകയാണ് വേണ്ടത്. ആലോചിക്കണം. എനിക്കൊന്നുകൂടി ആലോചിക്കണം. മഹാപുണ്യവതിക്ക് പുണ്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരാൾ ഭർത്താവായി തുടരണമെന്ന് എനിക്കൊന്നുകൂടി ആലോചിക്കണം.
അങ്ങനെ കൈലാസനാഥൻ കനിഞ്ഞു നൽകിയ 3 മാമ്പഴങ്ങൾ അമ്മയുടെ ഭർത്താവായ പരമദത്തനിൽ വരുത്തിയ മനംമാറ്റത്തിന്റെ കഥയാണ് അമ്മ പറഞ്ഞു നിർത്തിയത്. തുടർന്ന് എന്താണ് നടന്നതെന്നറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട്, അല്ലേ മീനാക്ഷി? അതെ, ശരിക്കും ആകാംക്ഷയുണ്ട്. പിന്നെ അമ്മയുടെ ഭർത്താവ് അമ്മയോടൊപ്പം ജീവിച്ചോ അതോ ഉപേക്ഷിച്ചു പോയോ? എന്നോടൊപ്പം ജീവിക്കുന്നത് മഹാപാപമാണെന്ന് പറഞ്ഞിട്ട് പോയ ഭർത്താവ് അന്ന് പിന്നെ ഒന്നും ഉരിയാടിയിട്ടില്ല. ശയ്യയിൽ ഒരേ കിടപ്പായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഏറെ നിർബന്ധിച്ച് വിളിച്ചിട്ടും അദ്ദേഹം ശയ്യ വിട്ട് എഴുന്നേറ്റില്ല. പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് പിറ്റേന്ന് പുലർച്ചയ്ക്കാണ്. വ്യാപാര കാര്യത്തിനായി ദൂരേക്കൊരു യാത്ര പോവുകയാണെന്ന് പറഞ്ഞു. പല യാത്രകളും പതിവായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിലക്കിയില്ല. വിലക്കിയാലും അനുസരിക്കില്ലെന്നറിയാം. അദ്ദേഹം എന്നോട് യാത്ര ചോദിച്ചു പോയി. അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. പിന്നീട് എന്തുണ്ട്? പല സംവത്സരങ്ങൾ വഴിക്കണ്ണുമായി കാത്തിരുന്നിട്ടും അദ്ദേഹം വന്നില്ല. പലരോടും അന്വേഷിച്ചിട്ടും ഒരു വിവരവും കിട്ടിയില്ല. അദ്ദേഹം ജീവത്യാഗം ചെയ്തു എന്ന് പോലും ഞാൻ സംശയിച്ചു. ആയിടയ്ക്കാണ് ഭർത്താവിന്റെ അമ്മാവൻ എന്റെ തറവാട്ടിലേക്ക് വന്നത്. അദ്ദേഹത്തിൽ നിന്നും ഭർത്താവിനെ കുറിച്ചുള്ള ചില സത്യങ്ങൾ അറിഞ്ഞു.